ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. അതിനിഷ്ഠൂരമായ ഒരു വംശീയ ആൾക്കൂട്ട കൊലപാതകത്തിനാണ് പോയ വർഷാവസാനം കേരളം സാക്ഷ്യം വഹിച്ചത്. അതിക്രൂരമായ മർദ്ദനമേൽക്കാത്ത ഒരു ഭാഗവും ആ മൃതദേഹത്തിൽ ഇല്ലായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ തന്നെ പറഞ്ഞത്. മനുഷ്യാവകാശ പ്രവർത്തകരുടെ ശക്തമായ ഇടപെടൽ നിമിത്തം മാന്യമായ നഷ്ടപരിഹാരമെങ്കിലും ബംഗ്ലാദേശി എന്ന് അധിക്ഷേപിക്കപ്പെട്ട് വാളയാറിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായണന് ലഭിക്കുകയുണ്ടായി. ആ പ്രക്ഷോഭത്തിൽ മുന്നിൽ നിന്ന് നയിച്ച അബ്ദുൾ ജബ്ബാറാണ് ഇന്ന് ക്രിട്ടിക്കിൽ സംസാരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ സഹോദരനും മംഗലാപുരത്ത് വെച്ച് സമാനമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വംശീയ ആൾക്കൂട്ടക്കൊലകളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അബ്ദുൾ ജബ്ബാർ സംസാരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം. എൻ്റെ ബ്രദർ, അവൻ എൻ്റെ ജ്യേഷ്ഠനാണ്. എന്നെക്കാൾ ഒരു 3 വയസ്സ് മൂത്തൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അല്പം മാനസികപരമായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അത് ഏകദേശം ഒരു 10ാം ക്ലാസ്സിന് മുമ്പായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനെ ഈ മാനസിക ബുദ്ധിമുട്ടായിട്ട്. ഞാനന്ന് ചെറുപ്പമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ അത്ര കൃത്യമായിട്ടുള്ളൊരു ചികിത്സ കിട്ടാത്തതുകൊണ്ടോ എന്തോ അദ്ദേഹം പൂർണ്ണമായൊരു മാനസിക രോഗിയല്ലായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ അത് ഈ എവിടെ ഒരു നിൽക്കാത്ത സ്വഭാവം, സാധാരണക്കാരെ പോലെ ജീവിതം അങ്ങനെ കൊണ്ടുനടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയ്ക്കായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു മൂപ്പര് അങ്ങനെ മംഗലാപുരത്തേക്ക് പോകുന്നത്. പിന്നെ എൻ്റെ ഒരു ഓർമ്മ വെച്ച നമുക്കൊരു പക്വതായതിൻ്റെ ശേഷം ഞാൻ അവനെ 3 തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അവൻ്റെ മരണശേഷം ആ ചികിത്സാ രേഖയിൽ ഇരിക്കുമ്പോൾ തന്നെ അതിനകത്ത് മംഗലാപുരത്ത് ഞാൻ പോകലുണ്ട്. റെയിൽവേ ട്രാക്കിൽ അവിടെ പോയിട്ട് പ്ലാസ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിൽക്കാറുണ്ട് എന്നൊക്കെ അവൻ പറയാറുണ്ട്. അപ്പോൾ അവന് മംഗലാപുരം കാലങ്ങളായിട്ടുള്ള 2016 രേഖയിലാണ് ഞങ്ങളത് കണ്ടുപിടിച്ചത്. അപ്പോൾ അവൻ കാലങ്ങളായിട്ട് മംഗലാപുരമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയാണ് അവന് ആ കുടുപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പ്ലാസ്റ്റിക് ഇങ്ങനെ എടുത്ത് അവിടെ എത്തുന്നത്. അവിടെ എത്തുമ്പോൾ അവിടെ ഒരു ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്ലബ്ബ് നടത്തുന്ന ഒരു പരിപാടിയായിരുന്നു, ക്രിക്കറ്റ് മത്സരമായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇവൻ അവിടെ എത്തുന്നത്. അന്ന് സ്വാഭാവികമായിട്ടും അന്ന് ഈ പെഹൽഗാം, നമ്മുടെ കാശ്മീരിൽ പെഹൽഗാം അക്രമവുമായി ബന്ധപ്പെട്ട ഒരു പൊതുവികാരം രാജ്യത്ത് ഒട്ടാകെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇവനൊരു മുസ്ലിം ആയിട്ടായിരിക്കാം അവനെ കൊന്ന്. പല വേർഷന് പറയുന്നുണ്ട്. വെള്ളം എടുത്ത് കുടിച്ചു, പിന്നെ അങ്ങനെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ചാർജ് ഷീറ്റ് നോക്കുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. നമ്മൾ ഫാക്ട് ഫൈൻഡിങ്ങും നടത്തിയതായിരുന്നു, പക്ഷെ അതിനകത്തും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവനെ വിവസ്ത്രനാക്കിയിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവന് മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ശേഷമായിരിക്കാം കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. കൊലപ്പെടുത്തുക എന്ന് മാത്രമല്ല, ഇവനെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ആക്രമിച്ചിട്ടുണ്ട്. ഒന്ന്, ഇവനെ അവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് അടിച്ചതിന് ശേഷം പിന്നെ ഇവനെ ഓടിപ്പോയി. പിന്നെ അവിടുന്ന് ഇവനെ വിവസ്ത്രനാക്കിയാണ് നിലത്ത് വലിച്ചാണ് കൊണ്ടുവന്നുകൊണ്ട് വടികളും പിന്നെ കൈയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് മർദ്ദിക്കുകയൊക്കെ എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവൻ്റെ പരിക്കുകളിൽ ഒരു മഞ്ജുനാഥ് എന്ന് പറയുന്ന ഒരു 3ാം പ്രതി വീട്ടിൽ പോയിട്ട് മുളക് പൊടി കടലാസിൽ എടുത്ത് കൊണ്ടുവന്നിട്ട് അത് അവൻ്റെ ശരീരത്തിലിട്ട്, അതെന്ന് വെച്ചാൽ ആ ഒരു എന്താ പറയുക, ആ ദ്വര അവർക്ക് ആ ഒരു മനുഷ്യനോട് ഇത്രത്തോളം ദ്വര എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ല. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഈ വിദ്വേഷത്തിൻ്റെ ഭാഗമാണ്. അപരമത വിദ്വേഷവും പിന്നെ അപരജാതി, ആ ഒരു തരത്തിലുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ് അത് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയും. അതേപോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ രാം നാരായണൻ്റെ വാളയാറിൽ നടന്നിട്ടുള്ള സംഭവം. രണ്ടും ഒരേ പാറ്റേൺ ആണ്, രണ്ടും ഒരേ മനോഭാവമാണ് ജനങ്ങളിൽ ഉൾത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് എന്നതാണ് നമുക്കതിനകത്ത് പറയാനുള്ളത്.
അഷ്റഫിന്റെ കേസ് ആക്ച്വലി ഫസ്റ്റ് ഘട്ടത്തിൽ പോലീസ് തികഞ്ഞ അനാസ്ഥയായിരുന്നു. കേസ് ഫസ്റ്റ് FIR ഇടുന്ന പകരം UDR ആണ് ഇട്ടത്. അൺനാച്ചുറൽ ഡെത്ത് ആക്കിയാണ്ട് മാറ്റുകയാണ് ചെയ്തത്. പിന്നീടാണ് അത് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ അറിയുന്ന തൊട്ട് മുമ്പ് തന്നെ അത് കുറച്ച് സംഘടനകളെല്ലാം അത് ഏറ്റെടുത്തിട്ട് അത് മോബ് ലിഞ്ചിങ് എന്നുള്ള രൂപത്തിൽ കൊണ്ടുവന്നിരുന്നു. പക്ഷേ എങ്കിലും അത് വളരെ അനാസ്ഥ രൂപത്തിൽ തന്നെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഈ കേസ് നടന്നതിന് ശേഷം, അഷ്റഫിൻ്റെ കൊലപാതകം നടന്നതിന് ശേഷം 4 ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടെ സുഹാസ് ഷെട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കൊലപ്പെടുത്തി. ഈ സുഹാസ് ഷെട്ടി ആക്ച്വലി ഇതിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടതല്ല. പക്ഷേ ഈ ഒരു വൈകാരികത അവിടെ മംഗലാപുരം ഭാഗത്തുണ്ടായപ്പോൾ സുഹാസ് ഷെട്ടിക്ക് മുമ്പ് ഇവര് സ്കെച്ച് ഇട്ട് വെച്ചിരുന്നു. സുഹാസ് ഷെട്ടി അതിന് മുമ്പ് ഒരു ഫാസിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കൊല ചെയ്ത കേസിലെ ഒരു പ്രതിയാണ്. അപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളെല്ലാം കൂടിയിട്ടോ ആരൊക്കെയോ, അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല, എങ്കിലും അവർ ഈ വൈകാരികതൻ്റെ ഗ്യാപ്പ് നോക്കിയിട്ടാണ് സുഹാസ് ഷെട്ടി മരിക്കുന്നത്. അതിൻ്റെ ശേഷമാണ് പിന്നീട് സുഹാസ് ഷെട്ടി മരിച്ചതിൻ്റെ റിട്ടാലിയേഷൻ എന്നുള്ള നിലക്കാണ് പിന്നെ ഒരു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു SKSSFൻ്റെ പ്രവർത്തകൻ, ഒരു പള്ളി കമ്മിറ്റി അംഗമായിട്ടുള്ള ആൾ മരിക്കുന്നത്. അപ്പോൾ ഈ 3 സംഭവം തുടർച്ചയായിട്ട് നടന്നപ്പോൾ അവിടുത്തെ മുസ്ലിം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം രാജിവെക്കുകയും അവിടുത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെ വലിയൊരു വൈകാരികത കടന്നു വരികയും ചെയ്തപ്പോഴാണ് പോലീസ് സംവിധാനങ്ങളൊക്കെ ഒന്ന് റെഡിയായി വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ചെങ്കിലും ഒരു നീതി എങ്കിലും അത് കാര്യമായിട്ടൊന്നും ആയിട്ടില്ല. അന്വേഷണം ഏറെക്കുറെയൊക്കെ അങ്ങ് നടന്നു. പക്ഷേ അതിൻ്റെ പ്രതികളുടെ മൊബൈലിലുള്ള നമ്മുടെ ഡാറ്റകൾ റിക്കവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പ്രോപ്പറായി ഫസ്റ്റ് ഘട്ടത്തിൽ വളരെ വീക്കായതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് വലിയൊരു കുഴപ്പം, അവിടുത്തെ ഒരു കമ്മീഷനുണ്ട്, അദ്ദേഹം ഒരു വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അത് നീക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് 90 ദിവസത്തിനുള്ളിൽ പാർഷ്യൽ കുറ്റപത്രം സമർപ്പിക്കുന്നുണ്ട്. പൂർണ്ണ കുറ്റപത്രം ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ശിവപ്രസാദ് ആൽവ എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ, അദ്ദേഹം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു അഡ്വക്കേറ്റാണ്. ഗവൺമെന്റിന്റെ ഇതേപോലെ സ്പെഷ്യൽ കേസുകളൊക്കെ ഏറ്റെടുക്കുന്ന അദ്ദേഹം നമ്മൾ ശുപാർശ ചെയ്തിട്ട് തന്നെ അദ്ദേഹത്തെ ഗവൺമെന്റ് നമ്മൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ ഒരു മുഖ്യ ആസൂത്രകനുണ്ട്, രവീന്ദ്ര നായിക് എന്ന് പറയുന്ന. അദ്ദേഹത്തെ പ്രതി ചേർക്കുന്നതിനും അതേപോലെ ഒരു വ്യക്തി ഇതുവരെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ട് പോലും പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ അതൊരു അനാസ്ഥയായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ അതിങ്ങനെ നിരന്തരം നമ്മുടെ ഒരു സമ്മർദ്ദം ഇതിൻ്റെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു വിഷയമുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് വേറെയാണ്. നമ്മൾ പേഴ്സണലി ഇത് ഞാൻ തന്നെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കുന്നുണ്ട്. 19-ാം തീയതി എനിക്ക് ഇങ്ങനെ വാർത്തയിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു വ്യക്തി ആൾക്കൂട്ട ആക്രമണത്തിൽ മരിച്ചു, അദ്ദേഹത്തിൻ്റെ ശരീരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത കേട്ടു. ഞാൻ ഒരു ചെറിയൊരു വർക്കിലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് അവിടെ പോകണം. കാരണം എന്ന് വെച്ചാൽ ഈ ആൾക്കൂട്ട ആക്രമണം കേസ് സാധാരണ കേസ് പോലെയല്ല, അത് സ്പെഷ്യലായിട്ട് കൈകാര്യം ചെയ്യണമെന്ന്. അഷ്റഫിൻ്റെ കാര്യത്തിൽ എനിക്ക് അതിൻ്റെ ഒരു അനുഭവമുണ്ട്. അഷ്റഫിന് ആ നീതി കിട്ടിയിട്ടില്ല. ആ നീതി കിട്ടായ്മ ഇവിടെ സംഭവിക്കരുത്. അപ്പോൾ ഞാനെന്താ കരുതുന്നത്, നമ്മുടെ കേരളം അത്ര പ്രബുദ്ധമായിട്ടുള്ള ഒരു സമൂഹമാണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും വിവിധ സംഘടനകളും എല്ലാം അവിടെ ഇവർക്ക് പിന്തുണയായിട്ട് അവിടെ ഉണ്ടാവാം എന്നുള്ള നമ്മൾ കരുതുന്ന അവിടെ ഒരു വലിയൊരു സമൂഹം ഉണ്ടാവും. അപ്പോൾ ഈ കാര്യം അവരോട് പറയണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ വരുന്നത്. പക്ഷേ ഞാൻ അവിടെ എത്തുമ്പോൾ ഉള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു മനുഷ്യനും ഇല്ല. ഇവരുടെ സഹോദരങ്ങളും കൂട്ടുകാരനായിട്ടുള്ള ആ വ്യക്തികളുണ്ട് എന്നല്ലാണ്ട് അവിടെ ആരുമില്ല. നമുക്ക് അത്ഭുതപ്പെട്ടു. നമ്മുടെ കേരളത്തിൽ എല്ലാ വാർത്തയിലും വന്നിട്ടുണ്ട്. ഒരു വാർത്ത ഓരോ നമ്മുടെ ഹെഡ്ലൈൻസ് മാറി പോകുമ്പോഴും അത് വാർത്തയിൽ വരുന്നുണ്ട്. പക്ഷേ വാർത്തക്കാരെല്ലാം അത് റിപ്പോർട്ട് ചെയ്ത് പോയി എന്നല്ലാണ്ട് ഇവരവിടെ നിൽക്കുന്നു. പോലീസുകാരുടെ ഒരു മനോഭാവം എന്ന് വെച്ചാൽ ഈ ബോഡി എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം, അതും ഇവരെ കയ്യിൽ നിന്ന് 25,000 രൂപ. എന്നോടടക്കം പോലീസുകാർ നിങ്ങൾക്കിത് സഹായിക്കാൻ പറ്റുമോ? ചിലപ്പോൾ അവരെ അറിവില്ലായ്മ കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഈ നമ്മുടെ സ്റ്റേറ്റിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാവാം. അപ്പോൾ നമുക്കതൊരു വലിയൊരു അത്ഭുതമായിപ്പോയി. അപ്പോൾ ഞാൻ നേരെ ഇവരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ കർണാടക PUCL അഡ്വക്കേറ്റ് മാൻവി എന്ന് പറയുന്നുണ്ട്, അവരോട് ഞാൻ അങ്ങനെ സംസാരിച്ചു. ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാൻ ഓൾറെഡി മറുവാക്കിൽ അംബികേച്ചിനോടും ഞങ്ങൾ പോരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഞാനിങ്ങനെ ഈ ഒരു കാര്യത്തിന് പോവാണ്, ഞാൻ പോയി നോക്കട്ടെ, എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിക്കണം. ഞാൻ അംബികേച്ചിനെ വിളിച്ചിരുന്നു. അതേപോലെ മറുവാക്കിലെ
അംബികേച്ചിനെ വിളിച്ചിരുന്നു, അതേപോലെ PUCLന്റെ മാൻവിനെയും വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ എന്നിട്ട് നേരെ ഇവർക്ക് ഫോൺ കൊടുത്തു, ഈ ഇവരുടെ സഹോദരനായിട്ടുള്ള വ്യക്തിക്ക് ഫോൺ കൊടുത്തിട്ട് അവരെ കൊണ്ട് സംസാരിച്ച്, എന്നിട്ട് എനിക്ക് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. എന്നിട്ട് ഞാൻ പോലീസുകാരോട് ഞാൻ ചെന്ന് പറഞ്ഞു, സാറേ ഇത് മോബ് ലിഞ്ചിങ് ആണ്, ഇവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാകും, അതേപോലെ കേസ് ഇതിനൊരു പ്രത്യേക ഗൈഡ് ലൈൻ സുപ്രീം കോടതി തഹ്സീൻ പൂനെവാല ഗൈഡ് ലൈൻ ഉണ്ട്, അപ്പോൾ അത് പ്രകാരം ചെയ്യണം. പിന്നെ നിങ്ങൾ ബോഡി കൊണ്ടുപോകാൻ ഇവരെ കയ്യിൽ നിന്നൊന്നും പൈസ വാങ്ങരുത്, ഇത് സ്റ്റേറ്റിൻ്റെ വീഴ്ച പ്രകാരം ഭരണകൂടത്തിൻ്റെ വീഴ്ച പ്രകാരം വന്നിട്ടുള്ള ഇത് നോർമൽ കൊലപാതകം പോലെ നമുക്കിത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അപ്പോൾ പോലീസുകാർ നമ്മളോട് ഞാനെന്തോ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്ന എന്തോ ഒരു ആളെ പോലെയാണ് എന്നോട് ഇതായത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് തൊട്ട് ശേഷം ഇവരെ ഈ സഹോദരന്മാരെ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാനും പറഞ്ഞു, സാറേ ഞാനും വരാം, ഇവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാനും കൂടി. അപ്പോൾ അയാൾ എന്നെ തടഞ്ഞു. അങ്ങനെയാണ് ഞാൻ അംബികേച്ചിനെ, അതേപോലെ തന്നെ സോൾഡാറ്റിൻ്റെ ഷബീർ കൊടുവള്ളി, അതേപോലെ PUCLന്റെ അവരൊക്കെ വിളിച്ച് നിങ്ങൾ എത്താവുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിടാനും, ഇതില്ലെങ്കിൽ ഇത് ഒന്നും അല്ലാതെ കേസാ പോകുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ മണികണ്ഠൻ എന്ന് പറഞ്ഞ മൂപ്പര്, പിന്നെ അഡ്വക്കേറ്റ് നിഖിൽ, അവരാണ് ആദ്യം എത്തിയത്. പിന്നെ ഗഫൂർ സാർ, നമ്മുടെ ശിവരാമേട്ടന്, അവരെല്ലാം വന്നു. അവരെല്ലാം വന്നപ്പോൾ പിന്നെ ഏകദേശം ഇത് ബോഡി മോർച്ചറിയിൽ സൂക്ഷിക്കാനും ബന്ധുക്കൾ പോലീസുകാരിങ്ങനെ അതിൻ്റെ ഇടയിലും വരുന്നുണ്ട്. ഇവർ ഭാര്യനോട് സംസാരിക്കാൻ പോകുമ്പോൾ പറഞ്ഞു, പിന്നെ അവർക്ക് മനസ്സിലായി ഇത് ഒരു സംഘടനകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ലെവലെത്തി. ആ ഒരു രീതിയിലാണ് പിന്നെ പോലീസ് അത് അവിടെ സൂക്ഷിക്കാനും ഇവരുടെ അന്ന് തന്നെ നമ്മൾ ഇവരുടെ ബന്ധുക്കളോട് പറഞ്ഞു, നിങ്ങൾ അവരോട് ഇങ്ങോട്ട് വരാൻ, എന്താണോ വണ്ടി കിട്ടിയത് അവരുടെ അമ്മയും ഭാര്യയും മക്കളും ഇവിടെ എത്തുക. കാരണം എന്നിട്ട് ഇത് ഗവൺമെന്റിനെ കൊണ്ട് ഒരു തീരുമാനം എടുപ്പിച്ചതിന് ശേഷം മാത്രം നമുക്കിത് ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ ഒരു അപ്പം അവിടെ കൂടെ ആളുകൾ വെച്ചിട്ട് അവരെല്ലാവരും അഡ്മിനാക്കിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ തൊട്ടാണ് പിന്നെ നമ്മുടെ പ്രക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഈ ഒരു വിഷയം കണ്ടിട്ട് തൃശ്ശൂരിലെ മനുഷ്യാവകാശ സംഘടനകൾ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാം അവരെല്ലാം ഇതിനോട് സഹകരിക്കപ്പെടുകയും ഇതൊരു ഒറ്റൊരു ആക്ഷൻ കമ്മിറ്റി ആയിട്ട് രൂപപ്പെടുകയും അതെല്ലാം പിന്നീട് അങ്ങനെ പറയാനല്ല എങ്കിലും ഏറെക്കുറെ നമുക്കൊരു നമ്മുടെ മനസാക്ഷിക്ക് അനുസൃതമായ രൂപത്തിൽ ഇത് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചെറിയ വിവരണം. ഇപ്പോൾ അത് ഗവൺമെൻറ് ഇപ്പോൾ 30 ലക്ഷം രൂപ നമ്മുടെ 25 ലക്ഷമാണ് നമ്മൾ ഗവൺമെൻറ്റിനോട് അറിയിച്ചത്. പക്ഷേ ഗവൺമെൻറ് അത് 30 ലക്ഷമാക്കി. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് ക്ഷതമേൽക്കുന്ന ഒരു കാര്യം, കൂടുതൽ വിമർശനമാവുന്ന കാര്യം കൊണ്ടായിരിക്കാം നമ്മൾ കരുതിയതിനേക്കാളും കൂടുതൽ എമൗണ്ട് പ്രഖ്യാപിച്ചു. അത് ഏറ്റവും നല്ല കാര്യം. ഇപ്പോൾ ഇന്നലെ ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് ടീം ഇന്നലെ വാളയാറും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടിരുന്നു. അപ്പോൾ അവരുടെ ഇത് പ്രകാരം വലിയൊരു കുഴപ്പമില്ലാത്ത രൂപത്തിലാണ്. തീർച്ചയായിട്ടും രാംനാരായണന് നീതി കിട്ടും എന്നുള്ള രൂപത്തിലാണ് അതിനകത്ത് നമ്മൾ നമുക്കൊരു വലിയൊരു നമുക്കൊക്കെ നമ്മുടെ മനസാക്ഷിനെ നമുക്ക് പിടിച്ചു വെക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ രാംനാരായണന് ഇവിടെ പോലീസ് വന്നിട്ട് ആംബുലൻസ് കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിനകത്തുള്ള ഒരു പ്രതിനെയും കൂടി ഇതിനകത്ത് കയറിയിരുന്നു. പ്രതിനെയാണ് ഇതിൻ്റെ കൂടെ കയറ്റി വിട്ടത്. ഈ പ്രതി ആംബുലൻസിൽ വെച്ചിട്ട് വരെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ ഈ മനുഷ്യനെ. അത് നമ്മൾക്ക് വലിയൊരു അത്ഭുതമായിപ്പോയി. കാരണം വെച്ചാൽ അത് ഇന്നലത്തെ ഫാക്ട് ഫൈൻഡിങ്ങിലാണ് നമ്മളത് അറിയുന്നത്. ഈ വ്യക്തിനെ ആംബുലൻസിൽ നിന്ന് ആക്രമിച്ചിട്ടുണ്ട്. അവസാനമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് അടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു മനുഷ്യനോട് ഇത്രത്തോളം ക്രൂരത, ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ദ്വര വരുന്നത് എന്നുള്ളത് നമുക്ക് ഇത്രത്തോളം ക്രൂരമായിട്ട് മനുഷ്യനെ ആ ബംഗ്ലാദേശി എന്നുള്ള ചിലപ്പോൾ ഒരു വംശീയത ആയിരിക്കും, എന്ത് തന്നെ ആയാലും ഇത്രത്തോളം ആവുന്നു എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു അത്ഭുതം, ഒരു വല്ലാത്തൊരു ഒരു കാര്യമാണ്. ഒന്ന്, സംഘപരിവാറിന് ഈ രാജ്യത്ത് അധികാരം നിലനിർത്താൻ നമ്മളിപ്പോൾ മനുഷ്യൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് മനുഷ്യൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ
നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നതിന് പകരം ഇതേപോലെ ഈ വിഭാഗീയതയും വംശീയതയും മാത്രം ഇതിങ്ങനെ നിരന്തരം പറഞ്ഞാൽ മതി. ഈ ആൾക്കൂട്ടാക്രമണം ഇത് അവർ ആസൂത്രണം ചെയ്തുണ്ടാക്കുന്നതൊന്നുമല്ല. ഇത് അവർ കാലങ്ങളായിട്ട് ഈ നാട്ടിൽ ഉണ്ടാക്കി വെക്കുന്ന വെറുപ്പുകൾ. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ വരെ ഇന്നലെ ഒരു 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 ഹിന്ദു ആയിട്ടുള്ള ഒരു യുവാവിനെതിരെ ഒരു ആക്രമണം വന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഹിന്ദുവിൻ്റെ കൂടെയാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. നമ്മുടെ മനസ്സെല്ലാം അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുവിൻ്റെ കൂടെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ കാലങ്ങളായിട്ട് നടന്ന് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2022-23 കാലഘട്ടങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ബംഗ്ലാദേശിൽ പോയി നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരികൾക്ക് അവിടെ വലിയ ആരാധന കിട്ടിയിരുന്ന ഒരു സ്ഥലമാണ് ബംഗ്ലാദേശ്. നമ്മുടെ രാജ്യം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത ഒരു രാജ്യമാണത്. പക്ഷെ ഇന്ന് ആ നാട്ടിൽ നമുക്കെതിരെയുള്ള വൈകാരികത അവിടെ രൂപപ്പെട്ടു. അതിൻ്റെ ഒരു കാരണം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഇതേപോലുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാജ്യം നമ്മുടെ കുതിപ്പിനെ പോലും ആഗോള തലത്തിൽ നമ്മളെയും കൂടെ അതിനകത്ത് ബാധിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ അവര് ഈ ഒരു കാര്യത്തിൽ അവരുടെ നേതൃത്വമെങ്കിലും ഇനി ഇത് മനസ്സിലാക്കിയാണ് തിരുത്തുക എന്നല്ലാണ്ട്. കാരണം വെച്ചാൽ ഇതിപ്പോ നമ്മൾ നിരന്തരം വാർത്തകൾ നോക്കിയാലും അറിയാം. ഇപ്പോൾ ഒറീസയിൽ അതിൻ്റെ ഇടയിൽ ബംഗ്ലാദേശി എന്ന് പറഞ്ഞിട്ട് ഓരോ ടൈമിലും ഓരോ പാറ്റേൺ ആണ്. ഒരു തവണ നമ്മൾ ബീഫ് ഗോരക്ഷയുടെ പേരിലായിരുന്നു, പിന്നീട് അത് നമ്മുടെ ജയശ്രീറാം വിളിക്കുന്നതിൻ്റെ പേരിലായി, ഇപ്പം അത് ബംഗ്ലാദേശി എന്നുള്ള ഇപ്പോൾ വാർത്തകൾ നിരന്തരമായിട്ട്. ഇപ്പോൾ ഒരാൾ നമ്മുടെ നോയിഡയിലെ ഒരു വ്യക്തിനെ കൊന്നിട്ടുണ്ട്. ഒരു ത്രിപുരയിലുള്ള ഒരു MBA സ്റ്റുഡൻറ്റിനെ ചൈനക്കാരനാണെന്ന് പറഞ്ഞു കൊല്ലാൻ വിവിധങ്ങളായിട്ട് കാരണം. ഇതിൻ്റെ എല്ലാം മൂല്യ കാരണം എന്ന് പറഞ്ഞാൽ സംഘപരിവാർ ഈ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ള ഈ വിദ്വേഷമാണ്. അപരമത വിദ്വേഷം, ഈ വംശീയ വിദ്വേഷം, ഇതിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ഇതിപ്പോൾ അവർക്ക് പോലും തടയാൻ പറ്റാത്ത അവസ്ഥയിൽ ആയിപ്പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. കേരളത്തിലും അതിന് മാറ്റങ്ങൾ വന്നു. കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പോൾ രാംനാരായണൻ്റെ വിഷയം വന്നത്, ഇപ്പം ഞങ്ങൾ 2 ദിവസം മുമ്പ് ശ്രീകണ്ഠാപുരം നടന്ന സ്ഥലത്ത് വന്നു. അവിടെ അന്വേഷിച്ചപ്പോഴും ശരിക്കും അവിടെ നടന്നിട്ടുള്ള ഈ വംശീയ ആക്രമണം, അതിനകത്ത് അദ്ദേഹത്തിൻ്റെ മരണകാരണം അറ്റാക്കായിരുന്നു. നമ്മളെന്താ വെച്ചാൽ നമുക്കും ഇവിടെ നമ്മുടെ ഇടയിലും ഈ അന്യ സംസ്ഥാന തൊഴിലാളികളോ നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്യ നാട്ടിൽ പോയി ജീവിക്കുന്നവരാണ്. നമ്മൾ എല്ലാവരും പ്രവാസികളായിട്ടാണ് നമ്മുടെ സമ്പദ്ഘടന തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ വരുന്ന ഈ ഇതര നാട്ടിലുള്ള ആളുകളോട് നമ്മൾ ഈ ഒരു വെറുപ്പ്, അത് ഇപ്പോൾ രാംനാരായണൻ്റെ 2 കാര്യം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരു വംശീയത, ബംഗാളി മുസ്ലിംസ് എന്നുള്ള ഒരു വംശീയത വന്നിട്ടുണ്ട്, പിന്നെ ഒരു അന്യ സംസ്ഥാന വ്യക്തി എന്നുള്ള രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നമ്മൾ ആരും വല്ലാണ്ട് ചർച്ച ചെയ്യാതെ പോലെ മലപ്പുറത്ത് കീശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന വ്യക്തിന് അദ്ദേഹത്തിന് നീതി കിട്ടിയോ എന്നറിയില്ല. ഇനിയിപ്പോൾ നമുക്കതൊക്കെ അന്വേഷിക്കേണ്ടി വരും. അതും ഇതേപോലെ ക്രൂരമായിട്ടായിരുന്നു. അത് ഇതര സംസ്ഥാന തൊഴിലാളി എന്നുള്ള നിലക്കാണ്. അദ്ദേഹം ഒരു കളവിലെന്തോ എവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ വിഭാഗീയതയും വംശീയതയും പല വിധത്തിൽ രൂപപ്പെട്ടുകൊണ്ട് നമുക്ക് പോലും ഇന്നിപ്പോൾ നമ്മൾ തൃശ്ശൂർ റൗണ്ടിലിരുന്ന് എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് തല്ലിക്കൊല്ലുമ്പോൾ ആളുകൾ അത് ആസ്വദിക്കുന്ന വല്ലാത്തൊരു അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. അത് കൃത്യമായിട്ട് പ്രതിരോധിക്കണം. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തിന് പോലും ഇത് അതിൻ്റെതായ രൂപത്തിൽ ഇപ്പോൾ രാംനാരായണന്റെ വിഷയത്തിൽ കുറച്ചെങ്കിലും ശ്രദ്ധ വന്നത് നമ്മളെല്ലാം ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചാണ്ട് ഇതിന് പ്രക്ഷോഭം നടത്തേണ്ടി വന്നതുകൊണ്ടുണ്ടായതാണ്. അല്ലാണ്ട് സ്വാഭാവികമായിട്ട് കിട്ടേണ്ടതല്ല. നമ്മുടെ രാജ്യത്ത് സ്വാഭാവികമായിട്ടാണ് നീതി ഇതിനകത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് 2018 തഹ്സീൻ പൂനെവാല ഒരു ഗൈഡ് ലൈൻ ഉണ്ട് ആൾക്കൂട്ടാക്രമണത്തിനെതിരെ. അതിനകത്ത് ഈ കാര്യങ്ങൾ ഇതേപോലുള്ള ആക്രമണങ്ങൾ രൂപപ്പെടുന്നതിനെതിരെയുള്ള കാര്യങ്ങൾ ജാഗ്രത വരെ പുലർത്തുന്ന കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ സ്റ്റേറ്റ് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തില്ല. ഈ കാര്യത്തിന് നമ്മുടെ ഒരു ആവശ്യം ഇംപ്ലിമെന്റ് ചെയ്യണം. ഇതുവരെ അതിൻ്റെ നടപടികൾ എത്ര എത്തി എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിലും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാം വളരെ ജാഗ്രത നമ്മൾ എല്ലാ കാര്യങ്ങളിലും. കാരണം വെച്ചാൽ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ അതിൻ്റെതായ ഒരു രൂപത്തിൽ നമ്മുടെ ഈ സമൂഹത്തിൽ വംശീയത വരാതെ, വിഭാഗീയത വരാതെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പുരോഗതിയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ചൈനയെല്ലാം വലിയ ഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നു. യൂണിവേഴ്സിറ്റിയിലടക്കം
പണ്ട് പല വിധത്തിലുള്ള ചർച്ചകളുടെ കേന്ദ്രമായ JNUവിൽ പോലും ഇന്ന് ഇതേപോലെയുള്ള വർഗീയ വംശീയ വിഭാഗീയ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു ദുരവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. നമ്മുടെ അടിസ്ഥാന കാര്യങ്ങൾ ഇപ്പം നമ്മളെല്ലാം ഉപയോഗിക്കുന്ന പെട്രോൾ എന്ന് പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ എഥനോൾ അതിനകത്ത് നമ്മുടെ രാജ്യത്ത് വലിയ പ്രക്ഷോഭം രൂപപ്പെടേണ്ട ഒരു സമയമാണ്. കാരണം വെച്ചാൽ ഇത് അതിൻ്റേതായ ടെക്നിക്കൽ മാറ്റങ്ങൾ നമ്മുടെ എഞ്ചിനുകളിൽ വരുത്താതെയാണ് 20% എഥനോൾ നമ്മുടെ പെട്രോളുകളിൽ കൊണ്ടുവരുന്നത്. അതിൻ്റെ എല്ലാ അനുഭവം നമ്മുടെ മൈലേജായിട്ട് നമ്മൾ ഓരോ വ്യക്തിയുടെയും ജീവിതം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കാൻ കാരണം വെച്ചാൽ നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ പോളറൈസ്ഡ് ആയിപ്പോയി. നമ്മുടെ രാജ്യം എന്തോ ഇല്ലാത്ത കാര്യങ്ങളിൽ എത്തിപ്പെട്ടു എന്ന് നമ്മൾ ഇതിൻ്റെ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും ജനങ്ങളുടെ മനസ്സിൽ എന്താണ് നമ്മളെന്തോ വലിയ സമൂഹം അങ്ങനെ അവരാക്കിയെടുക്കാൻ അതാണ് അവരുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമാണ് അവരിത് പറഞ്ഞാൽ മുസ്ലിം അപരമത വിദ്വേഷം. ഇപ്പോൾ മുസ്ലിംസ് എവിടെയെങ്കിലും കുറവുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ക്രിസ്ത്യാനികൾക്കെതിരെ അതല്ലെങ്കിൽ ജാതീയ ഞാൻ പറഞ്ഞ ഓരോ സ്ഥലത്തും ഇതാണ് അവർ അധികാരത്തിന് വേണ്ടിയിട്ട് സംഘപരിവാർ നടത്തുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ പുരോഗതിയെ ഇത് ബാധിച്ചു കഴിഞ്ഞു. നമുക്ക് എല്ലാ മേഖലയും അഴിമതി പറഞ്ഞാൽ സർക്കാരിൻ്റെ റെക്കഗ്നൈസോട് കൂടിയുള്ള അഴിമതിയായിട്ട് നമ്മൾ മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഓരോ മേഖലയും നമ്മൾ എന്താണ് വന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞു ഓരോ മനുഷ്യരുടെ ഒരു കടമയായിട്ട് മാറിയിരുന്നു. നമ്മുടെ കേരളം പോലും അതിന് വ്യത്യസ്തമായി. ഇപ്പോൾ കേരളം പോലും അതിനോട് ഇപ്പോൾ ആളുകളുടെ മനോഭാവം അതിപ്പോൾ രാഷ്ട്രീയപരമായിട്ട് വേറെയാണെങ്കിലും ആളുകളുടെ മനോഭാവം പോലും അതിലോട്ട് എത്തപ്പെട്ടു എന്നുള്ളത് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ പരിശോധിച്ചാൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. KSFE, ഈ നാടിൻ്റെ ധൈര്യം.